ഹായ് നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെയും കടന്നാക്രമിച്ച് ശിവസേന UPD നേതാവ് ഉദ്ധവ് താക്കറെ. ഭരണഘടനാ ജനാധിപത്യം സംരക്ഷണം ഭീകരവാദമാണെങ്കിൽ താനൊരു ഭീകരവാദിയാണെന്ന് ഉദ്ധവ് വ്യക്തമാക്കി. അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ തകർക്കുന്നതും സർക്കാരുകളെ അട്ടിമറിക്കുന്നതും ഭരണകൂട നക്സലിസമാണെന്നും അദ്ദേഹം വിമർശിച്ചു. അർബൻ നക്സലിസത്തെ കുറിച്ചാണ് അദ്ദേഹം ഷിൻഡെ സംസാരിക്കുന്നത്. ഏകാധിപത്യത്തെ തള്ളിക്കളയാൻ ക്യാമ്പയിൻ ചെയ്യുന്നതും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതും നിങ്ങൾക്ക് നക്സലിസവും ഭീകരവാദവുമാണോ? ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് ഭീകരവാദമാണെങ്കിൽ ഞാൻ ഭീകരവാദിയാണ്. ഭരണഘടനയെ സംരക്ഷിക്കുന്നത് ഭീകരവാദിയാണെങ്കിൽ ഞാൻ ഭീകരവാദിയാണ്. ശിവസേന സ്ഥാപക ദിനത്തിൽ മുംബൈ ഷൺമുഖാനന്ദിൽ നടന്ന ചടങ്ങിൽ ഉദ്ധവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് ഭരണകൂട നക്സലിസമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഇത് ഉറപ്പായി ഒരു നക്സലിസമാണ്. അർബൻ നക്സലിസത്തെക്കാൾ അപകടകരമാണിത്. പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാനുള്ള നല്ല സർക്കാരുകളെ അട്ടിമറിക്കാനും പ്രതിപക്ഷ നേതാക്കളെ സ്വന്തം പാർട്ടിയിൽ എത്തിക്കാനുമെല്ലാമാണ് അധികാര ദുർവിനിയോഗം നടത്തുന്നത്. ജനാധിപത്യത്തെ കൊല്ലുന്ന നക്സലിസമാണ് ഇതെന്നും ഉദ്ധവ് കുറ്റപ്പെടുത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു മത്സരിച്ച BJPയും ഏക്നാഥ് ശിവസേനയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബാൽ താക്കറെയുടെ ചിത്രവും അമ്പും വില്ലും ചിഹ്നവും ഇല്ലാതെ മത്സരിക്കാൻ ധൈര്യം കാണിക്കുമോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ചന്ദ്രബാബു നായിഡു പ്രകടന പത്രികയിൽ അവകാശപ്പെട്ടതെല്ലാം നടപ്പാക്കുമെന്ന് ആന്ധ്രാപ്രദേശിൽ ചെന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ജനാധിപത്യത്തെ സംരക്ഷിക്കാനായി ഇന്ത്യ സഖ്യത്തെയും മഹാവികാസ് അഘാഡിയെയും പിന്തുണച്ച യൂട്യൂബർ ധ്രുവ് റാട്ടിക്കും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ഉദ്ധവ് താക്കറെ.